ഫേസ്ബുക്ക് ചാറ്റിലൂടെ 80കാരന് നഷ്ടമായത് 9 കോടി രൂപ. 2 വർഷം കൊണ്ട് 734 ഓൺലൈൻ ഇടപാടിലൂടെയാണ് മുംബൈക്കാരനായ 80കാരന് കോടികൾ നഷ്ടമായത്. പ്രണയത്തിൻ്റെയും സഹതാപത്തിൻ്റെയും പേരിൽ 4 സ്ത്രീകളാണ് ഇദ്ദേഹത്തെ കബളിപ്പിച്ചത്. ഈ 4 പേരും ഒരാൾ തന്നെയാകാനാണ് സാധ്യതയെന്ന് പോലീസ് സംശയിക്കുന്നു. 2023 ഏപ്രിലിൽ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റിലൂടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഫേസ്ബുക്കിൽ ഷർവി എന്ന സ്ത്രീയെ പരിചയപ്പെടുകയും ഇരുവരും പെട്ടെന്നു തന്നെ ചാറ്റിംഗ് ആരംഭിക്കുകയും ഫോൺ നമ്പറുകൾ കൈമാറുകയും ചെയ്തു. സംഭാഷണങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് വാട്സപ്പിലേക്ക് മാറി. താൻ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും കുട്ടികളോടൊപ്പമാണ് ജീവിക്കുന്നതെന്നും ഷർവി 80കാരനോട് പറഞ്ഞു. പതിയെ തൻ്റെ കുട്ടികൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവർ ഇയാളോട് പണം ചോദിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കവിത എന്നൊരു സ്ത്രീയും ഇദ്ദേഹത്തിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. താൻ ഷർവിയുടെ പരിചയക്കാരിയാണെന്നും താങ്കളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്വയം പരിചയപ്പെടുത്തി. താമസിയാതെ അവർ ഇദ്ദേഹത്തിന് അശ്ലീല സന്ദേശങ്ങൾ അയക്കാനും പണം ചോദിക്കാനും തുടങ്ങി. ഷർവിയുടെ സഹോദരിയാണെന്ന് അവകാശപ്പെട്ട് ദിനാസ് എന്ന മറ്റൊരു സ്ത്രീയിൽ നിന്നും ഇദ്ദേഹത്തിന് സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഷർവി മരിച്ചുവെന്നും ആശുപത്രി ബില്ലുകൾ അടയ്ക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞ് പണം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം ഷർവിയും ഇദ്ദേഹവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അയച്ച് ഭീഷണിപ്പെടുത്തിയും ദിനാസ് പണം തട്ടി. താമസിയാതെ ജാസ്മിൻ എന്ന സ്ത്രീയും അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. താൻ ദിനാസിൻ്റെ സുഹൃത്താണെന്ന് അവകാശപ്പെട്ട അവർ സഹായത്തിനായി അഭ്യർത്ഥിച്ചു. 2023 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെ 734 ഇടപാടുകളിലായി 8.7 കോടി രൂപയാണ് ഇദ്ദേഹം ഈ സ്ത്രീകൾക്കായി നൽകിയത്. തൻ്റെ സമ്പാദ്യമെല്ലാം തീർന്നപ്പോൾ 80കാരൻ മരുമകളിൽ നിന്ന് 2 ലക്ഷം രൂപ കടം വാങ്ങി. എന്നാൽ സ്ത്രീകൾ ഭീഷണിയും പണത്തിനായുള്ള ആവശ്യവും തുടർന്നു. പിന്നാലെ അദ്ദേഹം മകനോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. സംശയം തോന്നിയ മകൻ പിതാവിനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ വർഷം ജൂലൈ 22-നാണ് കുടുംബം പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്തത്. കേസിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു.